നമസ്കാരം. അപ്പോൾ ഇന്ത്യൻ 2 അതായത് ഉലകനായകൻ മഹാ ഡയറക്ടർ ശങ്കർ തീർച്ചയായിട്ടും വേറെ തലത്തിലുള്ള ചിത്രമാണ്. പക്ഷേ ഒത്തിരി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു അഭിപ്രായങ്ങൾ കേൾക്കുക. അതിനകത്ത് എനിക്ക് ഒന്ന് തോന്നിയത് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ റിജക്റ്റ് ചെയ്തത് ശരിക്കും ഈ ഒരു സിനിമയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു മ്യൂസീഷ്യനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയത് അത് ലുലുമാൾ വന്നപ്പോൾ ശങ്കർ സാർ പറയേണ്ടായി, അത് മാറ്റി നിർത്തിയതല്ല. തീർച്ചയായിട്ടും അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട്. AR റഹ്മാന്റെ ഒരു കയ്യൊപ്പ് ഈ ഒരു ചിത്രത്തിൽ വലിയൊരു കുറവ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർ മുഴുവൻ പറയുന്നത് AR റഹ്മാൻ. കാരണം ആദ്യ ഭാഗത്തിൽ AR റഹ്മാന്റെ കയ്യൊപ്പ് പതിഞ്ഞത് ഹേർട്ട് ടച്ച് ആയിരുന്നു, ഹൃദയത്തിലായിരുന്നു ആ ഓരോ സോങ്ങുകളും. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമയിലെ ആ ഒരു സോങ്ങിന്റെ ഒരു അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് കേട്ടറിയാം. ആദ്യഭാഗത്തിന് അത്ര ഇല്ല. ഈ ഒരു അനിരുദ്ധിന്റെ മ്യൂസിക്കാണോ AR റഹ്മാന്റെ മ്യൂസിക്കാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? AR റഹ്മാന്റെ ശരിക്കും ഇന്ത്യൻ തേർഡിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? തേർഡ് എനിക്ക് തോന്നുന്നു പാസ്റ്റ് കാണിക്കണെന്ന് തോന്നുന്നു. ഈ ഒരു സിനിമ ഡയറക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ശരിക്കും ശങ്കർ സാറിന്റെ ഒരു ഡയറക്ഷൻ വമ്പൻ ഡയറക്ഷനാണ്. എല്ലാ പ്രേക്ഷകർക്കും അത് ഹൃദയത്തിൽ ടച്ച് ചെയ്തൊരു ഡയറക്ഷൻ. ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്ത്യൻ ആദ്യ ഭാഗമാണോ ഈ രണ്ടാമത്തെ ഭാഗം ഇഷ്ടപ്പെട്ടത്? ഇന്ത്യൻ ആദ്യ ഭാഗമാണോ രണ്ടാമത്തെ ഭാഗമാണോ? AR റഹ്മാന്റെ മ്യൂസിക്കാണോ അനിരുദ്ധിന്റെ മ്യൂസിക്കാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? AR റഹ്മാന്റെ മ്യൂസിക്കാണോ അനിരുദ്ധിന്റെ മ്യൂസിക്കാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? തീർച്ചയായിട്ടും ആ ഒരു പ്രേക്ഷകർ പറഞ്ഞത് AR റഹ്മാൻ ആയാലും അനിരുദ്ധായാലും ഒരേപോലെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സിനിമ താല്പര്യമില്ല. ഫസ്റ്റിന് പോലെ ഇന്ത്യൻ ആദ്യ ഭാഗത്തിന്റെ അത്ര നന്നായിരുന്നു. ഇല്ലില്ല, ഭയങ്കര ഷോക്കായിരുന്നു. ഭയങ്കര താഴോട്ട് പോയ പോലെ അത്രയും ഷോക്കായിരുന്നു. ലാഗ് എന്ന് വെച്ചാൽ കണ്ടുമടുത്ത സാധനങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ജവാനായാലും അതിലെല്ലാം കറപ്ഷനെതിരായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെ വീണ്ടും ഇതിലേക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നു. അപ്പൊ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. തേർഡ് പാർട്ടിക്ക് ചിലപ്പോ ഇനി ബെറ്റർ ആയിരിക്കും. 1947 കാണിക്കുന്നത്. രണ്ടുപേരും കുഴപ്പമൊന്നും ഉണ്ടായില്ല. രണ്ടും നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഉലകനായകന്റെ ഒരു ഹാർട്ട് ടച്ച് ആയിട്ടുള്ള ഒരു പ്രേക്ഷകനെ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കണം. വിഷയം കമലാസ് എന്തോന്നിത് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചവരെ ഒന്നിനൊന്നിനും മികവ് പൊളി അഭിനയം. ഈ ഇത്രയും പ്രായത്തിൽ അയാളെ ഷട്ടിടാതെ കുൻഫ് ഫൈറ്റ് എന്റെ പൊളയാൻ കഴിഞ്ഞാൽ കുൻഫ് ഞെരിപ്പായിരുന്നു. ഞെരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ഷട്ട കോരിട്ടാണ് ഫൈറ്റ് അൻവത്തിന്റെ BGM ഒരു രക്ഷയല്ല. BGM പൊളി. കമലഹാസന്റെ ഫൈറ്റിംഗ് എല്ലാം പൊളിയാണ്. മൂന്നാമത്തെ ഭാഗം എന്തായാലും കാണും. മൂന്നാമത്തെ ഇതിനെക്കാട്ടി ഭയങ്കര ഗംഭീരമായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഒരു ശകല 5 മിനിറ്റ് ഒരു ശാല ഇഴച്ചിലുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ആറ്റം പോകുമ്പോണ്ടാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കമലഹാസൻ നിന്ന് ശങ്കർ ഇത്രയും സെറ്റപ്പ് പച്ചക്കിളികൾ തോളോട് കാട്ടുകുയിലോ മയിലോ. പടം അത്ര വന്നിട്ടില്ല ബ്രോ. നമുക്ക് ഫസ്റ്റ് കണ്ടതിന്റെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ സെക്കൻഡിലോട്ടൊക്കെ വരുന്നത്. ടീമൊക്കെ അത് തന്നെയാണ്. പക്ഷെ അത് അവനോട് AR റഹ്മാന്റെ ഒരു വലിയൊരു കുറവ് നമ്മള് അയ്യോ ഫസ്റ്റിൽ തന്നെ നമുക്ക് AR റഹ്മാന്റെ മ്യൂസിക്കിലാണ് പടം നയിക്കണത്. സെക്കൻഡ് ആയപ്പോഴത്തേക്കും ഒന്നുമില്ലാണ്ടായിരുന്നു. ആ ഒരു പടത്തിന്റെ തീം അറിയാലോ. ആ സെയിം തീം തന്നെ ഒരു ഫോളോ ചെയ്തേക്കണത് കറപ്ഷന്റെ ഇതായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും അത് നമുക്ക് എഫക്റ്റീവ്ലി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഭയങ്കര മോശം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ലാഗാണ്. സത്യം പറഞ്ഞാൽ ഉറക്കം തന്നെയായിരുന്നു. രാവിലെ എന്നിട്ട് വന്നിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു. പടം പോരാ. തേർഡ് ഇനിയിപ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ട്രെയിലർ ഒരു നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വേറൊരു രീതിയിലാണ് തേർഡെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും സെക്കൻഡ് ഒട്ടും പോരാ. തീർച്ചയായിട്ടും AR റഹ്മാനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും AR റഹ്മാൻ തിരിച്ചു വരണം. കാര്യം ആ പടം തന്നെ നിൽക്കുന്നത് ഓരോ കൃത്യമായ ഇടവേളകളിലേക്ക്. ഇതില് നമുക്ക് അനിരുദ്ധിന്റെ സ്റ്റൈൽ തന്നെ പിടിച്ചേക്കണം. പക്ഷെ നമ്മൾ ഇന്ത്യ മണ്ണില് വന്നേക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഓരോ കൃത്യമായ ഇടവേളകളിൽ
കറക്റ്റ് ആയിട്ട് നമ്മള് AR റഹ്മാന്റെ മ്യൂസിക്കും നല്ല അടിപൊളി പാട്ടും ഇത് ആ ഒരു ഫീല് കിട്ടിയിട്ടില്ല. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യന്റെ മാജിക്കിന്റെ ഒരു കുറവ് തീർച്ചയായിട്ടും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ ടു എങ്ങനെയുണ്ടോ? ഒന്നുമില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇല്ല. ആദ്യ ഭാഗം ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഇഷ്ടായില്ല. AR റഹ്മാന്റെ മ്യൂസിക് ആണോ അനിരുദ്ധിന്റെ മ്യൂസിക് ആണോ ഇന്ത്യൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ രണ്ടുപേരുടെ ഇഷ്ടമാണ്. രണ്ടുപേരുടെ ഇഷ്ടം. ഇന്ത്യൻ സൈഡിന് വേണ്ടി കണ്ട വെയിറ്റിംഗ് ആണോ? ഈ 2 വെച്ചിട്ടാണെങ്കിൽ ഇല്ല. ഒരു കാലഘട്ടത്തിൽ ജനറേഷൻ പറഞ്ഞിരിക്കുന്ന അനിരുദ്ധ് മ്യൂസിക്കിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം തട്ടുപൊളിപ്പൻ പാട്ടുകളാണ് ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടമെന്നാണ് അവരുടെ അഭിപ്രായത്തെയും നമ്മൾ മാനിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന ഈ ഒരു സിനിമ കാണുക. പ്രേക്ഷകരുടെ ഈ ഒരു പ്രതികരണം മാത്രമല്ല, നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ഇടുക.